നമസ്കാരം. കഥാസരിത് സാഗരം എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രീകൃഷ്ണ ഭഗവാന് നിരവധി പേരുകളുണ്ട്. അതിലൊന്നാണ് മുരാരി എന്നുള്ള പേര്. ശ്രീകൃഷ്ണൻ മുരാരിയായ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ശ്രീ മഹാവിഷ്ണുവിന്റെ നാമങ്ങളിൽ ഒന്നാണ് മുരാരി. ശ്രീ വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായ ശ്രീകൃഷ്ണൻ മുരാരി എന്നും അതിനാൽ അറിയപ്പെടുന്നു. കശ്യപ മുനിക്ക് മുരൻ എന്നു പേരുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ശക്തനാകാൻ മുരൻ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. വർഷങ്ങളോളം മുരൻ ശ്രീ ബ്രഹ്മദേവനെ തപസ് ചെയ്തു. സന്തുഷ്ടനായ ശ്രീ ബ്രഹ്മദേവൻ മുരന് അനുഗ്രഹം നൽകി. അദ്ദേഹം മുരന് വരവും നൽകി. യുദ്ധക്കളത്തിൽ ആരെങ്കിലും നിന്നെ സ്പർശിച്ചാൽ ആ വ്യക്തി ഈശ്വരനാണെങ്കിലും ഉടൻ മരിക്കും. ഈ വരം കൊണ്ട് മുരൻ അജയ്യനായി. അവൻ ഇന്ദ്രനെ ആക്രമിച്ചു. തൽഫലമായി മുരനുമായി യുദ്ധം ചെയ്യാൻ കഴിയാതെ ഇന്ദ്രന് സ്വർഗം വിട്ടു പോകേണ്ടി വന്നു. മുരൻ തുടർന്ന് യമനെ ആക്രമിച്ചു. അദ്ദേഹം മഹാവിഷ്ണുവിന്റെ സഹായം അഭ്യർത്ഥിച്ചു. മുരനെ തന്റെ അടുത്തേക്ക് അയക്കുവാൻ ശ്രീ വിഷ്ണു യമനോട് ആവശ്യപ്പെട്ടു. ശ്രീ മഹാവിഷ്ണു സമുദ്രതീരത്ത് നിന്നെ കാത്തിരിക്കുകയാണ് എന്ന് യമൻ മുരനോട് പറഞ്ഞു. മുരൻ ശ്രീ വിഷ്ണുവിന്റെ അടുത്തെത്തി. ശ്രീ മഹാവിഷ്ണു ചോദിച്ചു, മുര, നിനക്ക് എന്താണ് വേണ്ടത്? മുരൻ, എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്. മഹാവിഷ്ണു ഇപ്രകാരം മുരനോട് പറയുകയുണ്ടായി, നിനക്ക് എന്നോട് യുദ്ധം ചെയ്യണമെങ്കിൽ എന്തിനാണ് നിന്റെ ഹൃദയം ഇത്രയധികം വിറയ്ക്കുന്നത്? നിനക്ക് പേടിയുണ്ടോ? പേടിച്ചരണ്ട ഒരാളോട് ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യില്ല. മുരൻ ആശയക്കുഴപ്പത്തിലായി. ശ്രീ വിഷ്ണു പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ അവൻ തന്റെ ഹൃദയത്തിൽ തൊടാൻ ശ്രമിച്ചു. ഹൃദയത്തിൽ സ്പർശിച്ച ഉടനെ അവൻ വീണു മരിക്കുകയും ചെയ്തു. അന്നു മുതൽ ഭഗവാൻ വിഷ്ണുവിനെ മുരാരി എന്ന് പറയുന്നു. മുര അരി എന്നുള്ള വാക്കാണ് മുരാരി എന്നതായി മാറിയത്. മുരന്റെ അരി, അതായത് മുരന്റെ ശത്രു അല്ലെങ്കിൽ മുരനെ ഇല്ലാതാക്കിയ ആൾ എന്നൊക്കെ അതിന് അർത്ഥം വരും. മുരൻ എന്നത് രാക്ഷസനാമവും അരി എന്നത് ശത്രു എന്നതുമാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.